ഇതെല്ലാവർക്കും അറിയാലോ, കല്ല് മാത്രമല്ലല്ലോ ഇട്ടത്. ഇത് അനിശ്ചിതത്വത്തിൻ്റെ എല്ലാ അനിശ്ചിതത്വവും മാറ്റി കേന്ദ്ര അനുമതി വാങ്ങിച്ച് പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ചു. അതിൻ്റെ എഗ്രിമെൻ്റ് മുഴുവൻ തയ്യാറാക്കി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും ഇല്ലാതാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടാണ് കല്ലിടുന്നത്. മുഖ്യമന്ത്രി എവിടെയെങ്കിലും കൊണ്ടുപോയി വെറുതെ കല്ലിടാറുണ്ടോ? ഒരു മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ, ധർമ്മട നിയോജകമണ്ഡലത്തിൽ പുള്ളി ബോംബ് തോന്നുവാണ്, ഒരു പാലം പണിയണം, ഈ പുഴയ്ക്ക് അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഒരു പാലം പണിയണം. മുഖ്യമന്ത്രി കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ കല്ലിടുമോ? കല്ലിടില്ല. കല്ലിടണമെങ്കിൽ ബജറ്റിൽ ആദ്യം പ്രൊവിഷൻ വേണം, ബജറ്റ് പ്രൊവിഷൻ വേണം, അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, പിന്നെ അതിനു മുമ്പ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, പ്ലാൻ തയ്യാറാക്കണം, അതിനുശേഷം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണം, പിന്നെ ടെൻഡർ ചെയ്യണം, വർക്ക് അവാർഡ് ചെയ്യണം. ഇതങ്ങനെ ടെൻഡർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്യണ കേസുമല്ല ഇത്. കാരണം ഒരു പാർട്ടിയല്ല ഇത് എടുക്കാൻ വേണ്ടിയിട്ട്, വേറെ ആരും എടുക്കാൻ തയ്യാറല്ല, എല്ലാവരും മാറി. അപ്പോൾ ഒരു ലോങ് പ്രോസസ്സാണ്. ഏറ്റവും തടസ്സമായി നിന്നിരുന്ന എല്ലാ തടസ്സം മാത്രമല്ല, പാരിസ്ഥിതിക അനുമതി, അവിടെ സമരം. കാരണം ഇതിൻ്റെ റെഫ്യൂജീസ് ഉണ്ടാവും, ഈ വികസനത്തിൻ്റെ ഇരകളുണ്ടാവും. അവരുമായിട്ട് സെറ്റിൽമെൻറ്റ് നടത്തി ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള 475 കോടി രൂപയുടെ പാക്കേജ് ഇതെല്ലാം പൂർത്തിയാക്കി കല്ലിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങി. കൗണ്ട് ഡൗൺ നിങ്ങൾ നോക്കൂ, ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു. അതേ ഫോമിലാണ് 2016 വന്ന ഈ ഗവൺമെൻറ് അത് ചെയ്തിരുന്നെങ്കിൽ 2019 ഉദ്ഘാടനം ചെയ്യായിരുന്നു. പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട്, ഗവൺമെൻറ്റും അവരും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൽ 2017 റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാമെന്നാണ്. ഇത് 2025 ആരംഭിച്ചിട്ട് പോലുമില്ല. 2019 റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കാമെന്നാണ്. 2025 ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മാത്രം പണിത് വെച്ചാൽ പോരാ. റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. അതിനുവേണ്ടി ഒന്നും ചെറുവിരൽ അനക്കിയിട്ടില്ല, ഒരു പണിയും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ഒന്നും. അത് സ്വാഭാവികമായ തുടർച്ച. അവർക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള അദാനി ഗ്രൂപ്പിന് അവർ ചോദിക്കുമ്പോഴെല്ലാം സമയം നീട്ടിക്കൊടുക്കുക, ഒരു നഷ്ടപരിഹാരവും ആവശ്യപ്പെടാതെ തുടർച്ചയായി അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ള ജോലിയല്ലാതെ ഈ ഗവൺമെൻറ് കാര്യമായി ഒന്നും ചെയ്തില്ല. 2019 തീർക്കേണ്ടത് 6 വർഷം വൈകിട്ടാണ് തീർക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനാണ് ആരോപണം. പിന്നെ ഈ പിണറായി വിജയൻ ഇന്നലെ കല്ലിട്ട കാര്യം പറഞ്ഞ പിണറായി വിജയൻ ഈ കല്ലിട്ട സമയത്ത് എന്താ പറഞ്ഞത്? ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വയനാട് സംരംഭം ഉണ്ടായപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സ്വാഗതം ചെയ്തു. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കറിയാമല്ലോ, ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് പറഞ്ഞത് ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ആവശ്യമാണ്, ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി, ഇത് കേരളത്തിൻ്റെ വികസന സാധ്യതകൾ തുറക്കുന്നൊരു സംഭവമാണ്, അതിൻ്റെ കൂടെ ഉണ്ടാവും. ഞാനന്ന് പ്രതിപക്ഷ നേതാവിനെ ഞാൻ അങ്ങനെ പറയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അങ്ങനെയല്ല പറഞ്ഞത്. ഈ ഉമ്മൻചാണ്ടി ഈ കല്ലിട്ടതിനെ പറ്റി തമാശയാണല്ലോ. കല്ലിട്ടപ്പോൾ പറഞ്ഞത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ്, കടൽ കൊള്ളയാണ്, മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരാണ് അവിടെ വീഴാൻ പോണെന്ന്. ഒരു കണ്ണീരും വീണില്ലല്ലോ, ഒരു കടൽ കൊള്ളയും നടന്നില്ലല്ലോ, ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടും നടന്നില്ലല്ലോ. 9 കൊല്ലമായിട്ട് ഭരിച്ചിട്ട് എന്നാൽ പിന്നെ ഒരു അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറയരുതില്ലേ? അവർ തന്നെ വെച്ചല്ലോ CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്താ? ക്ലീൻ ചിറ്റാണ് ആ മനുഷ്യൻ ചെയ്തതിന് മുഴുവൻ. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ചൊരു വാക്കുപോലും പറയാതെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, അടുത്തുള്ള വീട്ടിലെ കാര്യത്തിൻ്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. അതാണ്. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ എന്തെല്ലാം നുണയാണ് ഈ വാസവൻ മന്ത്രി പറഞ്ഞത്. അദ്ദേഹം ഇത് വിവാദമായി, എന്നെ ക്ഷണിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വിവാദമായി. കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ പ്രതികരിച്ചപ്പോൾ എനിക്കൊരു കത്ത് കൊടുത്തു വിട്ടു അല്ലേ? തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്ത് കൊടുത്തു വിട്ടത്. തലേ ദിവസം നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ, മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിൽ എന്താ പറഞ്ഞത്? വിളിക്കുന്നില്ല, കാരണം ഇത് 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ്. 4ാം വാർഷികം സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുക, അല്ല പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുക, അപ്പോൾ വിളിക്കേണ്ട കാര്യമില്ല എന്നാണ്. എന്നിട്ട് എങ്ങനെയാണ് ആ ദിവസത്തെ ഡേറ്റ് ഇട്ട് എനിക്ക് കത്ത് തരുന്നത്? നുണയല്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് അയച്ച പേരിൽ VD സതീശൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു. അതല്ലല്ലോ മീഡിയയോട് പറഞ്ഞത്. 4ാം വാർഷിക ആഘോഷമാണിത്. 4ാം വാർഷിക ആഘോഷം ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്.
പ്രധാനമന്ത്രി അന്ന് പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ പോരെ, പ്രധാനമന്ത്രിക്ക് ഓഫീസിലേക്ക് PMOയിലേക്ക് കത്തയച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നിട്ട് തീരുമാനം. അങ്ങനെ അല്ലല്ലോ മന്ത്രി പറഞ്ഞത് വിളിക്കില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വിവാദമായി കഴിഞ്ഞപ്പോൾ ഇല്ല. പിന്നെ ഇപ്പോൾ പറയുന്നു കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രമോ പ്രധാനമന്ത്രിയും മാത്രമോ പ്രസംഗിക്കണമെന്ന്. പിന്നെ ഞാൻ എന്തിനാ പോണ്? അപ്പോൾ അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത്. അത് അവരുടെ ഔചിത്യം. എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. ഇവരുടെ വീട്ടിലെ കല്യാണമൊന്നുമല്ലല്ലോ, ഇത് പൊതുപരിപാടിയാണ്. അത് ജനങ്ങളത് വിലയിരുത്തും, മനസ്സിലായില്ല? അത്രയേ ഉള്ളൂ. ഞാൻ അതിനകത്ത് വേറെ പ്രതിഷേധം പോലും എൻ്റെ ഭാഗത്തുനിന്നില്ല, പരിഭവം പോലും എൻ്റെ ഭാഗത്തുനിന്നില്ല. ഞാൻ പങ്കെടുക്കില്ല. കാരണം പങ്കെടുക്കാൻ ഉള്ള കാര്യമില്ല. ഞാൻ അവിടെ ചെന്ന് എന്ത് കാണാൻ പോകണം? എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരമില്ല. പിന്നെ ഞാനെന്തിനാ പോകുന്നു? പിന്നെ ഇപ്പോൾ ഒരു കസേര പിടിച്ചിടുവാണ് വിവാദമായപ്പോൾ. ആ കസേര അവിടെ ഉണ്ടായിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന കസേര പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഉണ്ടായിരുന്നില്ല. ക്ലിയറാണല്ലോ. ഉണ്ടെങ്കിൽ PMOയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത് വിളിക്കുന്നില്ല. 4ാം വാർഷികം. ഏത് 4ാം വാർഷികം ഇത്? ഈ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികമായിട്ട് ആഘോഷിക്കാൻ ആണോ 4ാം വാർഷികം? അതാണ് BJPക്കാർ വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതെന്ന് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം. അത്രേ ഉള്ളൂ. ഇനി ഒരുമിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഒരുമിച്ച് ആഘോഷിച്ചു. ഞങ്ങൾ അതിൽ പ്രതിഷേധമില്ല. നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു. ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും. ഇതിൽ ഒരുമിച്ച് ആഘോഷിച്ചു.